Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. K4FeCN6. ആദ്യം ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ. കുറേ പേരൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും, കുറച്ച് പേർക്കൊക്കെ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങിയേക്കാം. ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന മെറ്റൽ ആറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ട് വരുന്നത് ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം. ഓക്കെ. ഇനി ഈ സെൻട്രൽ ആറ്റത്തിൻ്റെ കൂടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വരുന്നത് എന്തൊക്കെയാണോ അതിനെ എല്ലാത്തിനെയും നമ്മൾ പറയുന്നതാണ് ലിഗാൻഡ്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ചില കേസിൽ ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് വരാം. ക്ലിയർ ആയോ? ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണോ അതിനെ പറയുന്നതാണ് കൗണ്ടർ അയോൺ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ നോൺ കോംപ്ലക്സ് പാർട്ട് എന്നും പറയും. നോൺ കോംപ്ലക്സ് പാർട്ട് എന്നുവെച്ചാൽ എന്താ? ഇതാണ് ഒരു കോംപ്ലക്സ്, ഇതിന് അകത്ത് വരാത്ത പാർട്ട്, അതാണ് നോൺ കോംപ്ലക്സ് പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് കോഓർഡിനേഷൻ എൻറ്റിറ്റി. ഓക്കെ. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉൾപ്പെടെ വരുന്ന എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് കോഓർഡിനേഷൻ സ്പിയർ. കോഓർഡിനേഷൻ സ്പിയർ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇതിനകത്ത് വരുന്ന മെറ്റൽ ആറ്റം അതിനെ പറയുന്നതാണ് സെൻട്രൽ ആറ്റം. അതിൻ്റെ കൂടെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് ലിഗാൻഡാണ്. ആ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന ആളാണ് കൗണ്ടർ അയോൺ. ഇനി ഇതിനകത്ത് വരുന്ന എല്ലാത്തിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് കോർഡിനേഷൻ എൻറ്റിറ്റി. ആ സ്ക്വയർ ബ്രാക്കറ്റ് ഉൾപ്പെടെ വരുന്നതിന് പറയുന്നതാണ് കോർഡിനേഷൻ സ്പിയർ. ക്ലിയർ? ഇനി നമുക്കിത് എങ്ങനെയാണ് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. K4FeCN6. ഓക്കെ. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ തന്നിരിക്കുന്നത് ആനയോണിക് കോംപ്ലക്സ് ആണ്. തന്നിരിക്കുന്നത് ആനയോണിക് ആണ്. ഈ തന്നിരിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആനയോണിക് ആണ്. ആനയോണിക് ആണെങ്കിൽ ഇതിനകത്തെ കൗണ്ടർ അയോണിനെ നമ്മൾ എഴുതുന്നത് ഈ എൻഡിലായിരിക്കും. ഈ എൻഡ് എന്ന് വെച്ചാൽ റൈറ്റ് എൻഡ് അല്ലേ? ഓക്കെ. റൈറ്റ് എൻഡിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിലായിരിക്കും ആര് വരുന്നത്? കൗണ്ടർ അയോൺ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കാറ്റയോണിക് ആണെങ്കിൽ എന്തായിരിക്കും? നോക്കിക്കേ, ഇവിടെ കണ്ടോ? കൗണ്ടർ അയോൺ അവസാനം എഴുതുകയാണെങ്കിൽ അത് കാറ്റയോണിക് ആയിരിക്കും. ഇനി ആനയോണിക് ആണോ കാറ്റയോണിക് ആണോ എന്ന് അറിയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ നെയിം കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം തന്നിരിക്കുന്നത് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ എന്ന്. ക്ലിയർ ആയോ? ഇനി ആനയോണിക് ആണെങ്കിൽ അതിൻ്റെ നെയിം കൊടുക്കാനുള്ള റൂൾസ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഈ റൂൾസ് ഇതുപോലെ ഒന്ന് പഠിച്ചിട്ടോണേ. ആദ്യം നമ്മൾ കൗണ്ടർ അയോൺ എന്താണോ അതിനെ എടുത്ത് എഴുതണം. രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ലിഗാൻഡിനെയാണ്. ലിഗാൻഡ് ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. ആൽഫ ഓർഡർ നോക്കണം. ഇനി സെൻട്രൽ ആറ്റം ഏതാണോ അതെടുത്ത് എഴുതുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സെൻട്രൽ ആറ്റം എഴുതുമ്പോഴത്തേക്കും അത് അവസാനിക്കുന്നത് ATE 8 എന്നുള്ള ശബ്ദത്തിലായിരിക്കണം. അതായത് നമ്മൾ അതിൻ്റെ കൂടെ അവസാനം ഒരു 8 ചേർക്കണം. ഫോർ എക്സാമ്പിൾ അയൺ ആണെങ്കിൽ ഫെറേറ്റ്, കണ്ടോ? അവസാനിക്കുന്നത് 8 എന്നുള്ള സൗണ്ടിലാണ്. അതുപോലെ കോപ്പർ ആണെങ്കിലോ കുപ്രൈറ്റ്, ക്രോമിയോ ആണെങ്കിലോ ക്രോമറ്റേറ്റ്,
കൊബാൾട്ട് ആണെങ്കിലോ കൊബാൾട്ടേറ്റ്. കണ്ടോ? ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ സെൻട്രൽ ആറ്റത്തിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ഓക്സിഡേഷൻ നമ്പർ എഴുതണം. പക്ഷെ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം റോമൻ ലെറ്ററിൽ തന്നെ എഴുതണം എന്നുള്ളതാണ്. റോമൻ ലെറ്ററിൽ തന്നെ എഴുതണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇതിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺ ഇതാരാണോ അയാളുടെ ചാർജിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇനി ഓൾറെഡി ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. നോക്കാൻ മറന്നു പോകരുതേ. കുറച്ച് എക്സാമ്പിൾസ് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊന്നും കൂടി ഒന്ന് തറവാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ആദ്യം കൗണ്ടർ അയോൺ എഴുതുക, ദെൻ ലിഗാൻഡ് എഴുതുക. ലിഗാൻഡ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുക. ദെൻ സെൻട്രൽ ആറ്റം ഏതാണോ എഴുതുക അത് അവസാനിക്കുന്നത് 8-ലായിരിക്കും. ദെൻ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ എഴുതുക. ആരുടെ കേസാണ് പറഞ്ഞത്? ആനിയോണിക് ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും നോക്കാം. കൗണ്ടർ അയോൺ അല്ലേ? ആദ്യം എഴുതേണ്ടത് കൗണ്ടർ അയോൺ ആണ്. കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് ഇവിടെ പൊട്ടാഷ്യം ആണ്. എഴുതി. ഇനി ഈ CN എന്ന് പറയുന്ന ലിഗാൻഡ് സയനോ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ടല്ലേ? അപ്പോൾ 6 എണ്ണമാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹെക്സാസയനോ. 2 എണ്ണം ഉണ്ടെങ്കിലോ ഡൈ, 3 എണ്ണം ആണെങ്കിലോ ട്രൈ, 4 എണ്ണം ആണെങ്കിലോ ടെട്ര, 5 എണ്ണം ആണെങ്കിലോ പെൻറ്റ, 6 എണ്ണം ആണെങ്കിലോ ഹെക്സ, 7 എണ്ണം ആണെങ്കിലോ ഹെപ്റ്റ, ഒക്ട, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, നമുക്കൊരു ഹെക്സ വരെയൊക്കെ അറിഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, ഹെക്സാസയനോ. ഇനി ഇവിടെ ആരാ ഉള്ളത്? അയൺ ആണല്ലേ? അയണിനെ നമ്മൾ എന്തേ എഴുതാവുള്ളൂ? ഫെറേറ്റ്. ATE ആഡ് ചെയ്ത് എഴുതാവുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ഫെറേറ്റ്. ഇനി ആര് വേണം? ഓക്സിഡേഷൻ നമ്പർ വേണം. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എഴുതിയതിനകത്തൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്പേസ് വരുന്നുണ്ടോ? ഇല്ല. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കി ഒന്നിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ പാടില്ല, ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. ദെൻ അവസാനം ആര് വരണം? അവസാനമല്ല, സെൻട്രൽ ആറ്റത്തിൻ്റെ പേര് നമ്മൾ എവിടെ എഴുതുന്നോ അതിൻ്റെ കൂടെ ആര് വരണം? ഓക്സിഡേഷൻ നമ്പർ വരണം. പക്ഷെ അത് റോമൻ ലെറ്ററിലേ എഴുതാൻ പാടുള്ളൂ. ഈ അവസാനമല്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളിതിപ്പോൾ ആനിയോണിക്കിൻ്റെ കേസ് പറയുമ്പോഴാണ് ആരവസാനം വന്നിരിക്കുന്നത്? സെൻട്രൽ ആറ്റം അവസാനം വന്നിരിക്കുന്നത് അല്ലേ? ഇനി കാറ്റോണിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ചേഞ്ച് ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് സെൻട്രൽ ആറ്റം നിങ്ങൾ എവിടെ എഴുതുന്നോ അതിൻ്റെ കൂടെ ആര് വന്നിരിക്കും? ഓക്സിഡേഷൻ നമ്പർ വന്നിരിക്കും. എങ്ങനെ? റോമൻ ലെറ്ററിൽ. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളാണേ. നമുക്കറിയാം പൊട്ടാഷ്യത്തിൻ്റെ +1 ആണ്. Feയുടെ നമുക്കറിയത്തില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യണം. സയനോട് -1 ആണ്. സയനോട് വാല്യൂ -1 ആണ്. ഇവിടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് മൊത്തമായിട്ട് പുറത്ത് ചാർജോ ഒന്നും തന്നിട്ടില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് =0 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ പൊട്ടാഷ്യം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 4 × 1 പ്ലസ് അയൺ X. ക്ലിയർ ആണോ? പ്ലസ് ലിഗാൻഡ് 6 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ചാർജാണ് -1. ദാറ്റ് ഈക്വൽ ടു 0. 4 + x - 6 = 0. ദാറ്റ് മീൻസ് x - 2 = 0. x = 2. ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 2 ആണ്. ഇട്ട് കൊടുത്തേക്കാം. കണ്ടോ? കഴിഞ്ഞു. നമ്മളതിൻ്റെ നെയിമിങ് എഴുതി കഴിഞ്ഞു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത എക്സാമ്പിൾ നോക്കിയേക്കാം.
കണ്ടോ, PT(NH3) ട്വൈസ് Cl2. ഇതിൻ്റെ പ്രത്യേകത എന്താ? പുറത്ത് കൗണ്ടർ അയോൺ ഇല്ല അല്ലേ? കൗണ്ടർ അയോൺ ഇല്ലെങ്കിൽ നമുക്കതിനെ പറയാം ന്യൂട്രൽ ആണെന്ന് പറയാം. എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ന്യൂട്രൽ ആണ്. അപ്പോൾ ന്യൂട്രലോ അല്ലെങ്കിൽ കാറ്റയോണിക്കോ ആണെങ്കിൽ, കാറ്റയോണിക് കോമ്പൗണ്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ കോമ്പൗണ്ടോ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ലിഗാൻഡിനെ ആദ്യം എഴുതുക. നേരത്തെ നമ്മൾ ആരെ എഴുതിയത്? കൗണ്ടർ അയോണിനെ. ഇവിടെ ആരാ? ലിഗാൻഡ്. ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ എടുക്കണം. ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. സെക്കൻഡായിട്ട് നമ്മൾ അവിടെ എഴുതേണ്ടത് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം എഴുതിയാൽ ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ ആര് വന്നിരിക്കണം? ഓക്സിഡേഷൻ നമ്പർ വന്നിരിക്കണം. പക്ഷെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ എഴുതാവുള്ളൂ? റോമൻ ലെറ്ററിൽ തന്നെ വേണം എഴുതാൻ. ഇവിടെ നമ്മൾ 8 ചേർക്കണോ? വേണ്ട. ഫെറൈറ്റ്, കുപ്രൈറ്റ് ഒന്നും ചേർക്കണ്ട. എന്ത് മതി? അയൺ, കോപ്പർ. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ. ഇനി ആരെയാണ് നമ്മളിവിടെ മിസ് ചെയ്തിട്ടുള്ളത്? കൗണ്ടർ അയോണിനെ എഴുതിയില്ലല്ലോ, അത് എഴുതണ്ടേ? ലാസ്റ്റ് നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. PT(NH3) ട്വൈസ് Cl2. നമുക്ക് ഈ ഓർഡർ ഒന്ന് നമുക്ക് ഫോളോ ചെയ്ത് വരാം. ആദ്യം നമ്മൾ ലിഗാൻഡിനെ എഴുതണം അല്ലേ? ലിഗാൻഡ് എന്ന് പറയുന്നത് NH3 ആണ്. NH3യെ നമ്മൾ വിളിക്കുന്നത് അമൈൻ എന്നാണ്. അമൈൻ. 2 M ഉണ്ട്. അമൈൻ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ? ഇനി Cl2. Cl എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലോറിനാണ്. പക്ഷെ അതിനെ ലിഗാൻഡായിട്ട് എഴുതുമ്പം, മീൻസ് ഈ കോർഡിനേഷൻ സ്പിയറിനകത്ത്, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണെങ്കിൽ നമ്മൾ അതിനെ ക്ലോറിൻ, ക്ലോറൈഡ് എന്നല്ല പറയുന്നത്, ക്ലോറിഡോ. ക്ലോറിഡോ. ലിഗാൻഡായിട്ട് എഴുതുമ്പം അതിൻ്റെ പേര് ക്ലോറിഡോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബ്രോമിൻ വന്നാൽ എന്തെഴുതും? ബ്രോമിഡോ. ഫ്ലൂറിനോ? ഫ്ലൂറിഡോ. അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം ആരാ വരുന്നത്? എ ആണല്ലേ? ഓക്കെ, നമുക്ക് എഴുതിയേക്കാം. ഡൈ 2 എണ്ണം ഉണ്ട്. ആരാണ്? അമൈനാണ്. ഇനി ആരുണ്ട്? നോട്ട് ക്ലോറിൻ, ഇറ്റ് ഈസ് ക്ലോറിഡോ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ? ഡൈ ക്ലോറിഡോ. ലിഗാൻഡ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ആരെ എഴുതണം? സെൻട്രൽ ആറ്റം എഴുതണം. സെൻട്രൽ ആറ്റം ആരാ? പ്ലാറ്റിനം. ഇനി പ്ലാറ്റിനം കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കൊടുക്കണം? ഓക്സിഡേഷൻ നമ്പർ എഴുതണം. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ NH3 അമൈൻ എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ ചാർജ് 0 ആണ്. ക്ലോറിൻ്റെ നമുക്കറിയാം -1 ആണ്. പ്ലാറ്റിനം അറിയത്തില്ല, എക്സ് കൊടുത്തു അല്ലേ? അപ്പം എന്തെഴുതാം? x + 0. 2 × 0 0 തന്നെയാണ്, വെറുതെ 0 എഴുതിയാൽ മതി. 2 × -1, ദാറ്റ് ഈസ് x - 2 = 0 ആണെങ്കിൽ x = എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ആര് വന്നു? 2 വന്നു. ഓക്കെ, ഇനി ഒരു കാര്യം നോട്ട് ചെയ്തേ. ഇനി ആരെ എഴുതണം? കൗണ്ടർ അയോൺ എഴുതണം. പക്ഷെ ന്യൂട്രൽ കോംപ്ലക്സ് ആണെങ്കിൽ അവിടെ എന്തില്ല? കോർഡിനേഷൻ കോമ്പൗണ്ട് ന്യൂട്രൽ ആണെങ്കിൽ അവിടെ ആരില്ല? കൗണ്ടർ അയോൺ ഇല്ല. പിന്നെ എഴുതേണ്ട കാര്യമുണ്ടോ? വേണ്ട. ക്ലിയർ ആയോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഏതാ തന്നിരിക്കുന്നേ? കാറ്റയോണിക് ആണല്ലേ? കാരണം എന്താ? കൗണ്ടർ അയോൺ അവസാനമാണ് തന്നിരിക്കുന്നത്. അവസാനം തന്നിരിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? കാറ്റയോണിക് ആയിരിക്കും. ആദ്യം തന്നിരിക്കുകയാണെങ്കിൽ അത് ആനയോണിക് ആയിരിക്കും. ക്ലിയർ ആകാനാണ് വീണ്ടും വീണ്ടും ഈ പറയുന്നത്. COH2O 6 ടൈംസ് ഉണ്ടല്ലേ? പുറത്താണ് ആര് വന്നിരിക്കുന്നത്? Cl2 വന്നിരിക്കുന്നത്. ഓക്കെ, കാറ്റയോണിക് ആണ്. നമുക്ക് ഇതേ റൂള് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ആദ്യം നമ്മൾ ആരെ എഴുതും?
ലിഗാൻഡിനെ എഴുതാം. ലിഗാൻഡ് H2യെ വിളിക്കുന്നത് അക്വാ. അക്വാ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ടല്ലേ. നമ്മൾ ആദ്യം എന്തെഴുതും? ഹെക്സാ അക്വാ. ഓക്കെ. ഇനി ആരെ എഴുതണം? സെൻട്രൽ ആറ്റത്തെ എഴുതണം. സെൻട്രൽ ആറ്റം ഇവിടെ ആരാ? കൊബാൾട്ട് ആണല്ലേ. കൊബാൾട്ട്. സെൻട്രൽ ആറ്റം എവിടെ എഴുതുന്നു അതിൻ്റെ അടുത്ത് ആരുണ്ടാകണം? കോർഡിനേഷൻ നമ്പർ, ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാകണം. കോർഡിനേഷൻ അല്ല, ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാകണം. ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അക്വ എന്ന് പറയുമ്പോഴത്തേക്കും 0 ആണ്. ക്ലോറിൻ്റെ -1 ആണ്. കൊബാൾട്ടിൻ്റെ നമുക്ക് അറിയില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യണം. x പ്ലസ് 6 × 0 0 തന്നെയാണ്. ഇവിടെ എന്ത് വരും? 2 × -1, that is x minus 2 equal to 0. That means x equal to 2. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലേ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്കിവിടെ ധൈര്യമായിട്ട് നമുക്ക് എഴുതാം 2. നോക്കിയേ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ആരുണ്ട്? ക്ലോറിനുണ്ട്. ഇതിനെ നമുക്ക് ക്ലോറിഡോ എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? വേണ്ട. എന്താ കാര്യം? അത് കോർഡിനേഷൻ സ്പിയറിനകത്തല്ല. കോർഡിനേഷൻ സ്പിയറിനകത്താണെങ്കിൽ മാത്രം നമ്മൾ ക്ലോറിഡോ എന്ന് എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ക്ലോറൈഡ്. വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ എന്താ നമ്മൾ ഡൈക്ലോറൈഡ് എന്ന് എഴുതാത്തത്? കൗണ്ടർ അയണിൻ്റെ കൂടെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്, എന്താ ഏതാന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. കൗണ്ടർ അയണിൻ്റെ പേര് മാത്രം എഴുതുക, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ എഴുതിയുള്ളൂ? പൊട്ടാഷ്യം മാത്രമല്ലേ എഴുതിയുള്ളൂ. ടെട്രാ പൊട്ടാഷ്യം എന്ന് എഴുതിയോ? ഇല്ല. അപ്പം ലിഗാൻഡ് മാത്രം നമ്മൾ നമ്പർ കൊടുത്താൽ മതി. കൗണ്ടർ അയണിൻ്റെ നമുക്ക് എന്തെഴുതിയാൽ മതി? ജസ്റ്റ് പേര് മാത്രം എഴുതുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പം ഇതിൻ്റെ പേരെന്താ? ഹെക്സാ അക്വ കൊബാൾട്ട് 2 ക്ലോറൈഡ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ. ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്റർ. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഒരു 2 എക്സാമ്പിളും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാം, ഒന്ന് തറവാകാനേ. Na3Cr(F6). പെട്ടെന്ന് പറഞ്ഞേ. സോഡിയം അല്ലേ? സോഡിയം. ലിഗാൻഡ് ആരാ? ഫ്ലൂറിൻ ആണ് അല്ലേ? ഫ്ലൂറിനാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാവുള്ളൂ? ഫ്ലൂറിഡോന്നേ എഴുതാവുള്ളൂ. ശരിയാണോ? ഇനി എത്ര ഫ്ലൂറിനുണ്ട് അവിടെ? 6 എണ്ണം. അപ്പം എന്തെഴുതാം? ഹെക്സാ ഫ്ലൂറിഡോ. ക്ലിയർ ആയോ? ഹെക്സാ ഫ്ലൂറിഡോ. ഇനി ആരാ ഉള്ളത്? ക്രോമിയം. ക്രോമിയത്തെ ക്രോമിയോ എന്ന് എഴുതാവോ? പാടില്ല. എന്താ കാരണം? ആനിയോണിക് ആണ് അല്ലേ? തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആനിയോണിക് ആണ്. ആനിയോണിക് ആണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം അല്ലേ? അപ്പം എന്തുവരും? ഫ്ലൂറിഡോ ക്രോമേറ്റ്. ആര് വരണം അവിടെ? ഓക്സിഡേഷൻ നമ്പർ വരണം. ക്ലിയർ? ഇനി ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Na3 സോഡിയത്തിന് നമുക്കറിയാം +1 ആണ്. ക്രോമിയം നമുക്കറിയത്തില്ല, ഇത് -1 ആണ്. ദാറ്റ് മീൻസ് x പ്ലസ് 3 എണ്ണം ഉണ്ടല്ലേ? 3 × 1 പ്ലസ് 6 × -1, x പ്ലസ് 3 -6, ദാറ്റ് ഈസ് x -3 അല്ലേ? അപ്പോൾ x എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ എന്ത് കൊടുക്കാം? 1 1 1 3. ക്ലിയർ? സോഡിയം ഹെക്സാ ഫ്ലൂറിഡോ ക്രോമേറ്റ് 3. One more example. നിക്കൽ അല്ലേ? En3Cl3. ഓക്കെ. ഇത് തന്നിരിക്കുന്ന ആരാ? തന്നിരിക്കുന്നത്
കാറ്റയോണിക് ആണ് അല്ലേ? കാറ്റയോണിക് ആണെങ്കിൽ നമ്മൾ ആദ്യം ആരെ എഴുതണം? ലിഗാൻഡിനെ എഴുതണം. ഇവിടെ തന്നിരിക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത് എഥിലീൻ ഡയമീൻ ആണ്. എഥിലീൻ ഡയമീൻ. ഈ എന്ന് പറയുന്നത് എഥിലീൻ ഡയമീൻ. എഥിലിൻ ഡയമീൻ്റെ കേസിൽ എഥിലിൻ ഡയമീൻ ട്വൈസ് ആണെങ്കിൽ നമ്മൾ അതിന് എഴുതുന്നത് ബിസ് എഥിലിൻ ഡയമീൻ. 3 ആണെങ്കിലോ ട്രിസ്. ഈ ഓർഡർ വേണം നമുക്ക് എഴുതാനായിട്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 എണ്ണമാണ് അല്ലേ? 3 എണ്ണമാണെങ്കിൽ ട്രൈ എന്ന് എഴുതത്തില്ല, എന്തേ എഴുതത്തുള്ളൂ? ട്രിസ്. എഥിലിൻ, ഓക്കെ, താഴേക്ക് ഇറക്കി എഴുതാം. ട്രിസ് എഥിലിൻ ഡയമീൻ അല്ലേ? ഇനി ആരാ ഉള്ളത്? ആരെ എഴുതണം? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ലിഗാൻഡ് എഴുതി, ഇനി ആരാ വരേണ്ടത്? സെൻട്രൽ ആറ്റം ആണ് അല്ലേ? ലിഗാൻഡ് എഴുതി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ സെൻട്രൽ ആറ്റം എഴുതണം. സെൻട്രൽ ആറ്റം ഇവിടെ ആരാ? നിക്കലാണ്. നിക്കൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടണം? ഓക്സിഡേഷൻ നമ്പർ കിട്ടണം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആരെയാ എഴുതാനുള്ളത് അവിടെ? കൗണ്ടർ അയോൺ. കൗണ്ടർ അയോൺ ആരാ? ക്ലോറിൻ ആണ്. ക്ലോറൈഡ്. ക്ലിയർ? ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് നോക്കിയേക്കാം. എക്സ് എഥിലിൻ ഡയമീൻ്റെ 0 ആണ്. ഇത് -1 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 × -1 അല്ലേ? 3 × -1 ദാറ്റ് ഈസ് എക്സ് -3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാ? 3 ആണല്ലേ? ഇവിടെ എന്ത് കൊടുക്കാം? 1 1 1 3. ക്ലിയർ? ക്ലിയർ ആയല്ലോ അല്ലേ? എന്ത് കിട്ടും? ട്രിസ് എഥിലിൻ ഡയമീൻ നിക്കൽ 3 ക്ലോറൈഡ്. ക്ലിയർ? അപ്പോൾ ഇത് ഇത്ര എഴുതിയപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലായി. ഇത് സൈനോയാണ്, ഇത് അമൈനാണ്, ഇത് അക്വയാണ്, ഇത് ഫ്ലോറിഡോയാണ് അല്ലേ? ഇത് ക്ലോറിഡോയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ അതെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നോക്കിയേ, ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ ചാർജുകളും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം എഴുതി, കഴിയുന്നതും പല കളറിലുള്ള പെൻ വെച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒന്നും കൂടി നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറും. എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ പഠിക്കാനിരിക്കുന്നിടത്ത് അവിടുത്തെ ജനലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെറുതെ ഒന്ന് ഗം വെച്ചൊന്ന് ഒട്ടിച്ച് വെക്കുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ. അല്ലെങ്കിൽ മറ്റേ എക്സാമിന് കൊണ്ടുവന്ന മറ്റേ റൈറ്റിംഗ് ബോർഡില്ലേ, റൈറ്റിംഗ് ബോർഡിലോട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ ആ ഷെൽഫിലോ വല്ലതും ഇങ്ങനെ ചാരി വെച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കുകയല്ല വേണ്ടത്, 10 പ്രാവശ്യം നിങ്ങളിങ്ങനെ കാണണം. ആ റൂമിലോട്ട് എപ്പം വരുന്നോ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് വരുന്നോ, നിങ്ങളുടെ ബാഗിൻ്റെ അടുത്ത് വരുന്നോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാൻ പറ്റണം. ഇങ്ങനെ കണ്ട് അതിങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കയറി ബൈ ഹാർട്ടായിട്ട് വരണം. ഓക്കെ? അല്ല, ഇപ്പം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് എക്സാം എടുക്കുമ്പോൾ പിന്നെ നമ്മളത് മറന്നുപോകും. എന്നും ഇങ്ങനെ കണ്ടിരിക്കുവാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അങ്ങ് കിടന്നോളും. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ പറയുന്നത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്നാണ്. എന്താ മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ്. 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്, സെൻട്രൽ ആറ്റത്തിന് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിന് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അത് മോണോഡെൻഡേറ്റ് അല്ലെങ്കിൽ യൂണിഡെൻഡേറ്റ്. ലിഗാൻഡ് ദാറ്റ് ഗിവ്സ് only 1 pair of electrons to central atom. Clear ആയോ? 1 pair of electrons. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ്. DI ഡെൻഡേറ്റ് എന്നും പറയാം, BI ഡെൻഡേറ്റ് എന്നും പറയാം.
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മോണോഡെൻഡേറ്റ് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ യൂണിഡെൻഡേറ്റ് എന്നും ചോദിക്കാം. യൂണിഡെൻഡേറ്റ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തായിരിക്കും, 2 ലോൺ പെയറിന് കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് അതിനെന്ത് വിളിക്കാം, അല്ലെങ്കിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കുന്നതുകൊണ്ട് അത് ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ്. എല്ലാത്തിൻ്റെ ചാർജും തന്നിട്ടുണ്ട്, നെയിമും എഴുതിയിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്തോണേ. ഓക്സലേറ്റോ ഇതൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇപ്പം EN നമ്മളിപ്പോൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു പോളിഡെൻഡേറ്റ് ഉണ്ട്, അതിൻ്റെ പേര് പഠിച്ചിട്ടോണം. പോളിഡെൻഡേറ്റ് ആ പേരിനകത്ത് തന്നെ ഉണ്ട്, എന്തായിരിക്കും, കൂടുതൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കാൻ പറ്റുന്നത്. ലിഗാൻഡ് ദാറ്റ് ക്യാൻ ഗീവ് മോർ നമ്പർ ഓഫ് ലിഗാൻഡ്സ്. ലിഗാൻഡ് ദാറ്റ് ക്യാൻ ഗീവ് മോർ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതിനാണ് എന്ത് പറയുന്നത്, പോളിഡെൻഡേറ്റ് എന്ന് പറയുന്നത്. EDTA അതിൻ്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചിട്ടോണം കേട്ടോ. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -4 ആണ്. ചാർജ് -4 ആണ്. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, ആംബിഡെൻഡേറ്റ്. നോക്കി, CN സയനോ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്വസ്റ്റിന് ചെയ്തതാണ്. ഇതിനെ തന്നെ തിരിച്ചെഴുതിയിരിക്കുകയാണ് NC, പക്ഷെ വായിക്കുന്നത് ഐസോസയനോ. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സയനോയിൽ കാർബൺ ആയിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്, സെൻട്രൽ ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന കാർബൺ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പം നൈട്രജൻ ആയിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന 2 ആറ്റംസിനും, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആറ്റത്തിന്, 2 ആറ്റത്തിന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സമയത്ത് ഒരാൾ മാത്രമേ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കാർബൺ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ നൈട്രജൻ സൈലൻ്റ് ആണ്, അതൊന്നും ചെയ്യില്ല. നൈട്രജൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ കാർബൺ ബോണ്ട് ഫോം ചെയ്യത്തില്ല, അത് സൈലൻ്റ് ആണ്. കിട്ടിയോ ഡിഫറൻസ്? അപ്പോൾ എന്താ നമ്മളിവിടെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് വെച്ചാൽ, both the atoms can form bond with central atom, but at a time only one atom form bond. അതായത് ഒന്നിൽ കൂടുതൽ ആറ്റത്തിന് ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു സമയത്ത് ആര് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ, ഒരാൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചാർജും പഠിച്ചിട്ടോണം. ഇവിടെ നോക്കിയേ, നൈട്രിറ്റോ N എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെയോ നൈട്രിറ്റോ O എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തയോസൈനറ്റോ S ആണ്. ഇവിടെയോ ഐസോ തയോസൈനറ്റോ വരുമ്പോൾ N ആണ്, നൈട്രജൻ ആണ്, സൾഫറും നൈട്രജനും ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് ഇത്രയും ഇന്ന് തന്നെ പഠിച്ചോണം കേട്ടോ. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ കോർഡിനേഷൻ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 എണ്ണം നമ്മൾ ചെയ്തു, 5 എണ്ണം മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതിൻ്റെ അകത്ത് ആ കോർഡിനേഷൻ സ്പിയർ, കോർഡിനേഷൻ എൻറ്റിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് പോയിൻ്റായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കണം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇവിടെ എന്താ, സെൻട്രൽ ആറ്റം ബോണ്ടഡ് ടു ഫിക്സഡ് നമ്പർ ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസ്. ഈ അയോൺസ് ഓർ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിഗാൻഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, സെൻട്രൽ ആറ്റം ബോണ്ടഡ് ടു ഫിക്സഡ് നമ്പർ ഓഫ് ലിഗാൻഡ്സ്. അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് വെച്ചാൽ എന്താ, കാറ്റയോൺ ആണ്, പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. ടു വിച്ച് 1 or more ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ അയോൺസ് ആർ അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ലിഗാൻഡ്സ് ആർ അറ്റാച്ച്ഡ്, ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ ലിഗാൻഡ് എന്താണെന്ന് പറയുന്നുണ്ട്. ലിഗാൻഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്, നമ്മളിപ്പം പറഞ്ഞു അല്ലേ, 3 അല്ല 4 ടൈപ്പ് അല്ലേ. മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്, ആംബിഡെൻഡേറ്റ്. ക്ലിയർ? പിന്നെ കൗണ്ടർ അയോൺ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലിയർ ആയല്ലോ. ഓക്സിഡേഷൻ നമ്പറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. അതും കൂടി കണ്ടിരിക്കണേ. ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി കുറേ കൂടിയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ക്ലിയർ ആകും, കാര്യങ്ങളൊന്നും കൂടി നമുക്ക് എളുപ്പമാകും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതേ. Okay, thank you for watching.